ഇന്നലെ പോൾ ഇട്ടപ്പം ഞാൻ ചോദിച്ചായിരുന്നു ഇത് പെയിൻറ് അടിക്കണമെന്ന്. അപ്പോൾ എല്ലാവരും പെയിൻറ് അടിക്കണമെന്നായിരുന്നു കേട്ടോ കൂടുതൽ പെർസെൻറ്റേജ് വന്നേ. അപ്പം നമ്മൾ ആദ്യം ഇതിന് വൈറ്റ് ബേസ് ആണ് അടിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ പേസ്റ്റൽ കളേഴ്സ് അക്വാ ബ്ലൂവും സോഫ്റ്റ് പീച്ചും എടുക്കുന്നുണ്ട്. വാട്ടർ കളർ ആർക്കിലിക് കളറും ഒക്കെ മിക്സ് ചെയ്താൽ വൈറ്റ് വരത്തില്ല. ആ പേസ്റ്റൽ കളേഴ്സ് തന്നെ വേണം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനും ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ആർക്കിലിക് കളർ വാട്ടർ കളറിന് വെച്ച്, പക്ഷെ അതായില്ല. പിന്നെ പേസ്റ്റൽ കളേഴ്സ് വെച്ച് നോക്കിയപ്പോൾ ആയി. നമ്മൾ ഈ വൈറ്റ് ബേസ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് ഇങ്ങനെ കളർ കൊടുക്കുമ്പോൾ അത് ഫിനിഷിങ് ലുക്ക് ആവത്തില്ല. അപ്പോൾ വൈറ്റ് ബേസ് കൊടുത്തു കഴിഞ്ഞിട്ട് വേറെ കളറ് അതിൻ്റെ മണ്ടയ്ക്ക് അടിച്ചാൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും. അത് ഞാൻ 5-10 മിനിറ്റ് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കാണെങ്കിൽ ആ ബ്രെഡ് നമുക്കൊന്ന് വരച്ചെടുക്കാം കേട്ടോ. ബ്രെഡ് എന്തായാലും റിയലിസ്റ്റിക് ആവണ്ടേ. അതിനായിട്ട് ഞാനിവിടെ ബ്രൗൺ കളർ, ഡാർക്ക് ബ്രൗൺ കളർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ സ്റ്റാൻഡിൽ മൊത്തം ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ മൊത്തം അടിക്കുന്നുണ്ട്. നമുക്ക് 2 കോട്ട് വേണം കേട്ടോ അടിക്കാൻ. ഒരു കോട്ട് അടിച്ചൊരു ഫിനിഷ് ലുക്ക് ആവത്തില്ല. അതുകൊണ്ട് 2 കോട്ട് നമുക്കിനി അടിക്കണം. നമ്മളങ്ങനെ ഒരു കോട്ട് അടിച്ചിട്ട് അത് വെയിലത്ത് ഉണക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ അതും ഒരു ഇച്ചിരി 5-10 മിനിറ്റ് വെക്കുന്നുള്ളൂ. ഈ കളേഴ്സൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നമ്മൾ അതിൻ്റെ അകഭാഗം അടിക്കാനായിട്ട് ക്യാപ്പച്ചിനോ ബ്രൗൺ ആണ് എടുത്തത്. അതാണെങ്കിൽ എന്തോ ഒരു പീച്ച് കളർ പോലെ തോന്നിയോണ്ട് നമ്മൾ വേറെ ഒരു ലൈറ്റ് ബ്രൗണും കൂടെ എടുത്തിട്ട് അടിച്ചു. അപ്പോൾ ഒരു കുഴപ്പമില്ല എന്നൊക്കെ തോന്നി. അത് നമ്മൾ ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2ാമത്തെ കോട്ട് അടിക്കണം. അതാണ് എൻ്റെ മെയിൻ വിഷയം. ഇനി നമ്മൾ വീണ്ടും ഈ പ്രോസസ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്. വീണ്ടും നമ്മളിതാ 2ാം കോട്ടിനി അടിക്കാനായിട്ട് പോവുകയാണ്. നമ്മളിതാ വീണ്ടും ഇനി 2ാം കോട്ട് അടിച്ചിട്ടുണ്ട്. അപ്പം അതും നമ്മൾ ഉണക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി ഉണ്ണി അടിക്കാനായിട്ട് നമ്മൾ 0 ബ്രഷ് എടുത്തിട്ട് യെല്ലോ കളർ വെച്ച് അടിക്കുന്നുണ്ട്. അതും പേസ്റ്റൽ കളർ, എല്ലാം പേസ്റ്റൽ കളേഴ്സാണ്. അത് നമ്മൾ ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിന് കണ്ണും മൂക്ക് വായൊക്കെ വെച്ച് കൊടുക്കണം. എല്ലാം ഉണങ്ങിക്കഴിഞ്ഞിട്ട് കണ്ണും മൂക്ക് വായും വെച്ച് കൊടുക്കാവൂ. അല്ലെങ്കിൽ അത് മൊത്തം സ്പ്രെഡ് ആവുക കേട്ടോ. അപ്പം നമ്മളാണെങ്കിൽ അതിന് ബ്ലഷും കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 പേർക്കും ബ്ലഷ് കൊടുക്കും. നമ്മൾ കുട്ടപ്പന്മാർ ബ്ലഷൊക്കെ വേണ്ടേ, നമ്മൾ ബ്ലഷ് അങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല സുന്ദരന്മാരായിട്ടുണ്ട് 2 പേരും. ഇങ്ങനെ കിട്ടും കേട്ടോ നമുക്ക്. ഇനി നമുക്ക് ഇത് കുറേ കാലം നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാർണിഷ് അടിക്കണം. വാർണിഷ് ഇല്ലാത്തൊരു വിഷമിക്കേണ്ട, എനിക്കും ഇല്ല വാർണിഷ്. നമ്മൾ വെള്ളവും പിന്നെ ഫെവിക്കോളും കൂടി മിക്സ് ചെയ്ത് വാർണിഷ് കൊടുത്താൽ മതി. കുറേ കാലം നിൽക്കും കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വെച്ച് കൊടുക്കാം. ഞാൻ ആദ്യം ബ്രേസ്ലെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ കളഞ്ഞു പോകുന്ന സാധനങ്ങൾ വേണം കേട്ടോ കൂടുതൽ വെക്കാനായിട്ട്. പിന്നെ ഒരു ക്ലിപ്പ് വെക്കുന്നുണ്ട്. പിന്നെ ഒരു ഉണ്ണിയിലാണെങ്കിൽ വേണമെങ്കിൽ ബുഷ് വെക്കാം, പിന്നെ മോതിരം വെക്കാം, ഇഷ്ടമുള്ള സാധനം വെക്കാം. അപ്പം നിങ്ങൾ ചുമ്മാ കാണിക്കുന്ന കേട്ടോ ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ബ്രെഡ് ട്രിങ്കറ്റ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ക്ലേ ഒക്കെ ഉണ്ടാക്കണം. നിങ്ങൾക്ക് എന്തായാലും സക്സസ് ആവും. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ എന്തായാലും അയക്കാൻ മറക്കല്ലോ. ബൈ ബൈ. അടുത്ത വീഡിയോ കാണാവേ.